നമസ്കാരം. ദീർഘായുസ് എന്നത് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദീർഘകാലം ആയുരാരോഗ്യത്തോടെ ജീവിക്കാനാവട്ടെ എന്ന ആശംസാവാചകവും നാം പലരോടും പറയാറുമുണ്ട്. ഏറെ നാൾ ജീവിക്കുക എന്നത് എങ്ങനെ ഉറപ്പുവരുത്താമെന്നതിന് പല ആരോഗ്യ പരിപാലന രീതികളും ജീവിതശൈലിയുമെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. അതിനായുള്ള ശാസ്ത്രീയ പഠനങ്ങളും പല ഗവേഷകരും നടത്തിയിട്ടുമുണ്ട്. സമാന രീതിയിൽ ദീർഘായുസ് സാധ്യമാക്കിയെടുക്കുന്നത് സംബന്ധിച്ച് അടുത്തിടെ നടത്തിയ ഒരു പഠനഫലം ഏറെ ശ്രദ്ധേയമാണ്. ദീർഘനാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വായത്തമാക്കേണ്ട വളരെ ലളിതമായ ഒരു കാര്യമാണ് ആ പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ പങ്കുവച്ചിരിക്കുന്നത്. അക്കാര്യം മറ്റൊന്നുമല്ല, സാമൂഹ്യ ഇടപെടലുകളിൽ വ്യാപൃതരാകുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരെക്കാൾ ആയുസ് കൂടുതലാണെന്നാണ് ഈ ഗവേഷകർ തെളിയിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഹോസ്പിറ്റൽ മെഡിസിൻ ഡിവിഷനിലെ അഷറഫ് അബുഗ്രൂവിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഇത്തരമൊരു ഗവേഷണം നടത്തിയത്. ഇവരുടെ പഠനഫലം ജേണൽ ഓഫ് ദി അമേരിക്കൻ ജെറിയാട്രിക് സൊസൈറ്റി എന്ന പിയർ റിവ്യൂഡ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. സാമൂഹ്യ ഇടപെടലുകളിൽ സജീവമായ മുതിർന്ന വ്യക്തികൾ ഏകാന്ത ജീവിതം നയിക്കുന്ന മുതിർന്നവരെക്കാൾ വളരെ കാലം ജീവിക്കുന്നുവെന്നാണ് ഈ ഗവേഷകർ സമർത്ഥിക്കുന്നത്. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, സ്പോർട്സ് കൂട്ടായ്മയുടെ ഭാഗമാകൽ, സമാന ഹോബി പിന്തുടരുന്നവരുടെ കൂടെ ചേരൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തം തുടങ്ങിയ തലങ്ങളിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ പതിവായി കൊണ്ടുപോകുന്നവർ ദീർഘകാലം ജീവിക്കുന്നുവെന്ന് തങ്ങളുടെ പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഗവേഷകർ ഇത്തരമൊരു സംഗ്രഹത്തിൽ എത്തിച്ചേർന്നത്. 60 വയസ്സും അതിനു മുകളിലുമുള്ള 2300 പേരെയാണ് ഈ പഠനത്തിനായി തിരഞ്ഞെടുത്തത്. ദീർഘനാളുകളായി നടത്തിവരുന്ന 2016 വേവ് എന്ന മറ്റൊരു പഠനത്തിലെ വിവരങ്ങളും അഷറഫ് അബുഗ്രൂവിന്റെ നേതൃത്വത്തിലുള്ള പഠന സംഘം തങ്ങളുടെ ഗവേഷണത്തിനായി വിശകലനം ചെയ്യുകയുണ്ടായി. പഠനത്തിന്റെ ഭാഗമായവർക്കായി പ്രത്യേക ചോദ്യാവലി ഗവേഷകർ തയ്യാറാക്കി നൽകി. പ്രധാനമായും സാമൂഹ്യ പ്രവർത്തനങ്ങളെയും ജീവിതശൈലിയെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. ആ ചോദ്യങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങൾ വിശദമായി വിലയിരുത്തിയ ഗവേഷകർ തങ്ങൾ പഠന വിധേയമാക്കിയവരെ 3 വിഭാഗങ്ങളായി തിരിച്ചു. സാമൂഹിക ഇടപെടലുകൾ കൂടുതലായി നടത്തുന്നവർ, മിതമായി ഇടപെടുന്നവർ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പിന്നോട്ട് നിൽക്കുന്നവർ എന്നീ 3 ഗ്രൂപ്പുകളായാണ് തങ്ങൾ ഗവേഷണത്തിനായി തരം തിരിച്ചത്. പിന്നീട് ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഗവേഷകർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. സാമൂഹ്യപരമായ ഇടപെടൽ ഇവരുടെ ആരോഗ്യത്തെയോ ദീർഘായുസിനെയോ ബാധിക്കുന്നുണ്ടോ എന്നത് അടിസ്ഥാനമാക്കിയുള്ള വിശകലനമാണ് അതിലൂടെ ഗവേഷകർ നടത്തിയത്. അങ്ങനെ അവർ ആ നിർണായക കാര്യം തിരിച്ചറിഞ്ഞു. സാമൂഹ്യ ഇടപെടൽ കൂടുതലുള്ളവരുടെ പെട്ടെന്നുള്ള മരണസാധ്യത മിതമായുള്ളവരെ അപേക്ഷിച്ച് 42%, തീരെ കുറവ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെക്കാൾ 47% കുറവാണെന്ന് ഗവേഷകർ മനസ്സിലാക്കി. ഇതോടൊപ്പം ഏതെല്ലാം തരം സാമൂഹ്യ ഇടപെടൽ രീതികളാണ് ഒരാൾ നടത്തുന്നത് എന്നതനുസരിച്ചും മരണസാധ്യതയിൽ വ്യത്യാസം പ്രകടമാകുന്നുണ്ടെന്നും ഈ പഠനം കണ്ടെത്തി. സന്നദ്ധ പ്രവർത്തനം അഥവാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് 51% മരണസാധ്യത കുറവാണെന്നാണ് ഈ ഗവേഷകർ വിശദീകരിക്കുന്നത്. അതുപോലെ വിവിധ സോഷ്യൽ അല്ലെങ്കിൽ സ്പോർട്സ് ക്ലബ്ബുകളിൽ സജീവമായ അംഗങ്ങൾക്ക് 28%, പേരക്കുട്ടികൾക്കൊപ്പം ചേർന്ന് കളിക്കുന്നവർക്ക് 18% മരണസാധ്യത കുറവാണെന്നും ഈ പഠനഫലം സൂചിപ്പിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.